മാത്രമല്ല ഇവിടെ നിൽക്കുന്നത്. ആകാശം ചാരുമ്പോഴും അന്വേഷിക്കുന്നുണ്ടാവും. വാ, വീട്ടിലേക്ക് പോ. വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ ഗോവിന്ദ? പോവാൻ തോന്നണ്ടേ? നീ എന്താ പറയുന്ന ബാല? വേറെ എന്ത് പറയാനാ ഗോവിന്ദ? ഈ പ്രായത്തിൽ എനിക്ക് വേണ്ടത് സ്നേഹവും കരുതലും ഒക്കെ അല്ലേ? എന്നെ സ്നേഹിക്കുന്നവരവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ അപമാനിക്കാനും ഉപദ്രവിക്കാനുമായിട്ട് ഒരുത്തി വന്ന് കയറിയിട്ടുണ്ടല്ലോ. പാലിൽ ഒരു തുള്ളി വിഷം വീണതുപോലെ ആയില്ലേ നമ്മുടെ വീട്. നമ്മളെ കൊണ്ടാവുന്ന പോലെ ശ്രമിച്ചതല്ലേ. ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമോ? എക്കാലവും അവൾക്ക് മാത്രമായിരിക്കല്ലേ വിജയം. സമാധാനം ഉണ്ടാവും ബാല. സമാധാനം ഇല്ല ഗോവിന്ദ. അവളുള്ളിടത്തോളം കാലം അതുണ്ടാവില്ല. എന്നെ കൊണ്ടുപോയി കെട്ടിയിട്ടത് അവളാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ എത്ര ധൈര്യം ഉണ്ടായിട്ടാവണം. മനസ്സിലെ പക അത്രത്തോളം ഉണ്ടാ പെണ്ണിന്. നിന്നെ മാത്രമല്ല ബാല, പാവം കല്യാണിയെ പോലെ അവർ വെറുതെ വിട്ടില്ലല്ലോ. കേസ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവളിപ്പോ നമ്മുടെ വീട്ടിൽ വന്ന് കയറില്ലായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് എന്തൊക്കെ നടക്കുമെന്ന് ഓർത്തിട്ട് കയ്യും കാലും വിറയ്ക്കുക. എന്റെ കാര്യം പോട്ടെ, ആകാശിന്റെ കാര്യം ഓർത്ത് നോക്ക്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം ചേട്ടൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന അവന്റെ മനസ്സിനത് എങ്ങനെ താങ്ങാനാവും? അരവിന്ദൻ ചാരുമോളോട് ആ ചതി കാണിച്ചില്ലായിരുന്നെങ്കിൽ ആകാശ് ശ്രേയയുടെ കൂടെ ജീവിക്കില്ലായിരുന്നോ? ആയിരപ്പറയിലെ മരുമക്കളായി ചാരുമോളും ശ്രേയയും അവരൈക്യത്തോടെ ജീവിച്ചു പോകുമായിരുന്നു. എല്ലാം തകിടം മറിഞ്ഞില്ലേ ഗോവിന്ദ? അനിയൻ സ്നേഹിച്ച പെണ്ണിനെ ചേട്ടൻ കല്യാണം കഴിച്ചു. ചേട്ടൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനെ അനിയൻ കല്യാണം കഴിച്ചു. എന്താ നമ്മുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ? എന്റെ അവസ്ഥ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. നീ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ദൈവങ്ങൾ കൂടെ ഉണ്ടാവും. വാ ബാല, വീട്ടിലേക്ക് പോ. വാ ബാല, വാ വാ. അശ്വതി, എത്ര നേരമായി? പാല് കൊണ്ടുവാ. ദാ വന്നു അമ്മേ. ഒരു മിനിറ്റ്, വേഗം വാ. ഇപ്പൊ വരാട്ടോ. മകള് വന്ന് കേറിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാ. അതെങ്ങനെ? ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. സമയം തെറ്റും. കൊടുക്കുമോളെ. ഇനിയെല്ലാം ഒരുമിച്ച് പങ്കിടേണ്ടതല്ലേ രണ്ടാളും? മുഴുവൻ കുടിക്കില്ലേ, പാതി ശ്രേയക്കും കൊടുക്കണം. കഴിക്കും.
ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി ആദ്യ രാത്രിയാ. ഒരുമിച്ച് ജീവിതം തുടങ്ങണ്ടേ? ഈ വീട്ടിൽ ആര് കല്യാണം കഴിച്ചു വന്നാലും ആദ്യ രാത്രി ആഘോഷിക്കുന്നതിനൊരു റൂമുണ്ട്. അവിടെയാണ് എല്ലാവരും ജീവിതം തുടങ്ങുന്നത്. പാരമ്പര്യമായി ചെയ്തു പോകുന്ന കാര്യം അത്. ഏ? അതെ വെല്ലുവിളിയാ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എന്ത് സംശയം? അല്ല, ഈ ആദ്യ രാത്രി പറ്റിയേ. അളിയോ താൻ തന്നെ കാര്യം നോക്ക്. എന്റെ ആദ്യ രാത്രി ആ റൂമിലായിരുന്നു. ആകാശിന്റെ കല്യാണം കഴിഞ്ഞപ്പോ എന്നെ ആ റൂമിൽ നിന്ന് മാറ്റി. ഇപ്പൊ ആ തുണിക്കച്ചവടക്കാരി അവനും കൈയടക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യ രാത്രിക്ക് വേറെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആന്റി, ആന്റിയുടെയും ആകാശിന്റെയും ഒക്കെ ആദ്യരാത്രി നടന്ന അതേ മുറിയിൽ തന്നെ ഞങ്ങളുടെ ആദ്യരാത്രി നടക്കണം. അതെങ്ങനെയാ? ആ മുറിയല്ലേ അവനും തുണിക്കച്ചവടക്കാരൻ കിടക്കുന്നേ? അതൊന്നും നമ്മൾ നോക്കണ്ട. ഇതൊക്കെ ഒരു പാരമ്പര്യ രീതിയല്ലേ, ചേഞ്ച് ചെയ്യുന്നത് ശരിയല്ല. അത് ഞാൻ സമ്മതിക്കില്ല.